കേരള സ്റ്റോറി 2 റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോണ്ടൻ്റാണ്. ഇതിപ്പോൾ 2-3 വീഡിയോസായി. ബട്ട് ഇത് പറഞ്ഞു തീർക്കണമല്ലോ. കാരണം നമ്മളെ നാടിൻ്റെ പേരും പറഞ്ഞ് ഇത്രയും വലിയൊരു പ്രൊപ്പഗണ്ട ചീത്ത ഒരു സാധനം എടുത്തു വെച്ച് നമ്മളൊരുമാതിരി അവഹേളിച്ച് വിടുന്ന പോലത്തെ ഒരു ഐറ്റം നമ്മൾ വേണ്ട എതിർക്കാൻ. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് സ്റ്റേ വന്നിട്ടുണ്ട്. ഓക്കെ, കേരള സ്റ്റോറി 2 മതസൗഹാർദ്ദത്തിന് ഭീഷണി എന്ന് ഹൈക്കോടതി. സിനിമ കാണാനുള്ള അവസരം വരെ ഒരുക്കിയില്ല നിർമ്മാതാക്കൾ എന്നുള്ളൊരു പരാമർശം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ടീസർ മതസൗഹാർദ്ദം തകർക്കുന്നു, ക്രമസമാധാനത്തെയും ധാർമ്മികതയെയും മാന്യതയെയും ബാധിക്കുന്നു, സാമൂഹിക സൗഹാർദ്ദത്തെ ബാധിക്കുന്ന സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഭാഗമല്ല, വർഗീയവും വംശീയവുമായ ഉള്ളടക്കം പാടില്ലെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടം. ഇതെല്ലാം ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രൈമ ഫേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ വന്നിട്ടുള്ളത്. ഇതാണെങ്കിലും താൽക്കാലികമായിട്ടുള്ളൊരു സ്റ്റേ ആണ് ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതുവരെ നമ്മൾ അത്ര ഫെമിലിയർ അല്ലാത്ത രീതിയിലുള്ളൊരു കോടതി നടപടി ഇന്ന് നടക്കുകയുണ്ടായി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഓർഡർ വന്ന് റിലീസ് മാറ്റി വെച്ചു എന്നുള്ളത് പുറത്തു വന്നപ്പോഴത്തേക്ക് ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ പോയി. സാധാരണ രീതിയിൽ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ പോകുമ്പോൾ ഇന്നിപ്പോൾ ഇത് ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് ഇങ്ങനത്തെ ഒരു ഓർഡർ ഇട്ടു. അപ്പോൾ ഇതിന് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുമ്പോൾ ഇത് മൺഡേ എടുക്കൂ, തിങ്കളാഴ്ച എടുത്താൽ മതി. പക്ഷേ ഇത് വളരെ അൺയൂഷ്വലായിട്ട് രാത്രി സമയത്ത് പോലും കോടതി കൂടുന്നു, വിർച്വലി കോടതി കൂടുന്നു, പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രത്തോളം എന്താ പറയുക, ഒരു തരം പ്രഷറാണ് ഈ സംഘപരിവാർ BJP സെൻട്രൽ സിസ്റ്റം ഇവിടെ ഈ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊണ്ടിരിക്കണേ എന്നുള്ളത്. അപ്പോൾ ഇതും തന്നെ അറിയാം, നമുക്ക് മനസ്സിലാവും ഇതൊരു പക്ക പ്രോപ്പഗണ്ട ചീമുട്ട സാധനമാണെന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ കുറച്ചധികം കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് തിങ്, ഫ്രെഡിയുടെ പരാതിയിലാണ്. അതായത് ഫ്രെഡി ഒരു ഇൻഫ്ലുവൻസറും കൂടിയാണ്. ഫ്രെഡി ഒരുപാട് പേർക്ക് അറിയുമായിരിക്കും. ഫ്രെഡിയുടെ ഒരു പരാതിയുടെ മുകളിലാണ് ഇപ്പോൾ ഈ കോടതി ഉത്തരവ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രെഡിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത് എന്താ നമുക്ക് ആദ്യം നോക്കാം. കോടതി പരിഗണിച്ചിരിക്കുകയാണ്. 2 ഹർജികൾ നിലനിൽക്കുമെന്നാണ് കോടതി പറയുന്നത്. ഇതിൽ തന്നെ ഫ്രെഡി എന്തെല്ലാം വാദമാണ് മുന്നോട്ട് വെച്ചത്? ഇപ്പോൾ എന്തൊക്കെയാണ് കോടതി, ഫ്രെഡി കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്? അതായത് ഇപ്പോൾ കേരള സ്റ്റോറി എന്നുള്ള കേരള എന്നുള്ള പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. കാരണം മലയാളികൾ, ലോകത്തെല്ലായിടത്തുള്ള മലയാളികൾക്ക് ഇതുമൂലം ഉണ്ടാകുന്ന ചീത്തപ്പേരാണ് വിഷയം. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ വാദം. അതുകൂടാണ്ട് മൂവി ബാൻ ചെയ്യണം എന്നുള്ളതും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കോടതി നല്ലൊരു വിധിയാണ് തന്നത്. നോക്കാം, 15 ദിവസത്തേക്കാണ് സ്റ്റേ. നോക്കാം. വക്കീലിനെ വിളിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വക്കീൽ പറയുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നിലനിൽക്കുന്ന വാദങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് വക്കീൽ പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് പുറത്ത് പറയണ്ട എന്നുള്ളതാണ്. എങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ പറയാം. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കേരള എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അത് ഞാൻ അനുഭവിച്ച കുറേ പ്രശ്നങ്ങളുണ്ട് കേരള സ്റ്റോറി 1 വന്നതിൽ. പിന്നെ അതുപോലെ തന്നെ ഇത് വരുമ്പോഴും ഞാനും മറ്റു പലരും അനുഭവിക്കും ഈ കേരളത്തിനോടുള്ള ചീത്തപ്പേര്, തെറ്റിദ്ധാരണ കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് മാറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് വെച്ചത്. നോക്കാം. അപ്പോൾ തന്നെ ഫ്രെഡി ഇതിൽ ടീച്ചറൊക്കെ കണ്ടിരുന്നല്ലോ. ടീച്ചറൊക്കെ കണ്ടപ്പോൾ ഫ്രെഡിക്ക് എന്തൊക്കെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. അല്ലേ, അജണ്ടയാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രതികരിച്ചത്. ഇപ്പോൾ മലയാളിയെ തീരെ താഴ്ത്തിക്കെട്ടുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുപോലെ ലോകത്തെല്ലായിടത്തുള്ള കേരളീയർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിൽ ഇവർ മുമ്പോട്ട് വെക്കുന്ന പ്രൊപ്പഗാണ്ടയെ താങ്ങേണ്ട അവസ്ഥ ഇന്ന് മലയാളിക്കില്ല. അതുകൊണ്ട് മലയാളികൾക്ക് വേണ്ടി ചെയ്തതും കൂടിയായിട്ടാണ് കൂട്ടിക്കൊള്ളുക. അപ്പോൾ ഇതാണ് ഫ്രെഡിയുടെ പോയിന്റ്സ്, വെരി റെലവൻറ്റ്. ബിക്കോസ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എബ്രോഡുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്ത് സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്യുന്ന മലയാളികൾക്ക് ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം. ഇപ്പോൾ എൻ്റെ വൈഫിന് തന്നെ ബാംഗ്ലൂർ ഓഫീസിൽ നിന്നൊക്കെ കേരള സ്റ്റോറി 1 ഇറങ്ങിയ സമയത്ത് വിളി വന്ന് ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ നാട് ഇങ്ങനെയാണോ എന്നൊക്കെ. മനസ്സിലായോ? ആളുകൾ മിസ്ലീഡ് ചെയ്യുന്ന കേരളത്തിനെ കുറിച്ചുള്ള ആളുകളുടെ ധാരണ തന്നെ വേറെ രീതിക്ക് കൊണ്ടുപോകുന്ന ഒരു ചവറ് സാധനം. ആ ചവറ് സാധനത്തിന് നമ്മൾ ഒപ്പോസ് ചെയ്തേ പറ്റുള്ളൂ. ഇത് പറയുമ്പോഴാണ് ഇന്ന് രാവിലെ സുജിത് ഭക്തൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ആദ്യം സുജിത് ഭക്തനിട്ട റീല് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് കേരള സ്റ്റോറി കാരണം കേരളം നാണം കെടും എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ കുറച്ച് ഭാഗവും കാണാം. ഗൈസ്, നമ്മുടെ നാട്ടിൽ വൻ കേരള സ്റ്റോറി വിവാദം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഞാനിപ്പോൾ എവിടെയാണെന്നറിയോ? ഞാൻ ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഫിജിയിൽ എൻ്റെ പുറകെ കാണുന്ന ബോർഡ് കണ്ട? ഫിജി എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഫിജി എന്ന് പറഞ്ഞ രാജ്യം ഓസ്ട്രേലിയയുടെ മേളിൽ കിടക്കുന്ന ഒരു പസഫിക് രാജ്യമാണ് ഫിജി. ആ ഫിജിയിൽ അവരുടെ ക്യാപിറ്റലായിട്ടുള്ള സുവ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു 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 തിയേറ്ററാണ് ഈ കാണുന്നത്. അവരുടെ ക്യാപിറ്റൽ സിറ്റിയിലെ ഒരു തിയേറ്റർ. ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കിനും ഇവിടെ കണ്ട ഒരു പോസ്റ്ററാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അതായത് കേരള സ്റ്റോറി 2 നാളെ മുതൽ, അതായത് ഫെബ്രുവരി 27 മുതൽ ഇവിടെ പ്രദർശിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുക അവന്മാര്. എന്നാ വേണ്ട അവന്മാർക്ക് ഈ പടം? ശരിക്കും പറഞ്ഞാല് സത്യം പറഞ്ഞ ദേശീയ അമർഷം വരുന്നുണ്ട്. ഇവരുടെ ഈ ഡയറക്ടറുടെ അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും അപ്പന്റെ വകയാണോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് പേര് കൊടുക്കാൻ? ഭയങ്കര മോശമാണ്. ലോക രാജ്യങ്ങൾ മുഴുവൻ കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ. ഇതാണ് ഈ സിനിമ കൊണ്ട് ഇവർ ഉദ്ദേശിച്ചിരുന്ന പ്രോപ്പഗണ്ട. അതായത് ഇത് കേരളത്തിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്നു എന്ന് പറഞ്ഞ് ഇവന്മാർ കാണിക്കുന്ന ഈ കോപ്രായിത്തരങ്ങളൊക്കെ ഇത് നമ്മുടെ നാട്ടിലൊരു വർഗീയ കലഹോ വർഗീയ ലഹരിയോ ഉണ്ടാക്കുക എന്നുള്ളതിനുപരി നമ്മളെ നാട്ടിലെ ടൂറിസം നിന്ന് പോകണം. നമ്മളെ നാട് കേരളം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ പുറത്ത് സ്റ്റേറ്റിലുള്ളവരും ഈ ലോകത്ത് വേറെ എവിടെ ഉള്ളവരും ഫിജിയിൽ വരെ ഇത് ഷോ ചെയ്യാണ് ഇവന്മാർ. ഇവരുടെ ആവശ്യം എന്താ? ലോകരാജ്യങ്ങളും എല്ലാവരും ഒന്നടങ്കം കേരളത്തിനെ ഐസൊലേറ്റ് ചെയ്യണം, ഒറ്റപ്പെടുത്തണം. എന്നിട്ട് ഇവിടെ സംഘപരിവാറിൻ്റെയും BJPൻ്റെയും മോദീൻ്റെയൊക്കെ ഭരണം കൊണ്ടുവരണം. എന്നിട്ട് നാട് നന്നായി എന്ന് പറയണം. അതായത് ലിറ്ററലി നമ്മളെ ഈ പണ്ട് കാലങ്ങളിലില്ലേ ഒറ്റപ്പെടുത്തുക, ഈ തൊട്ട് തീണ്ടായ്മ ഒറ്റപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാട്ടിൽ നിന്ന് തന്നെ അങ്ങോട്ട് തള്ളി വിടുക, അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് അങ്ങോട്ട് ഒറ്റപ്പെടുത്തുക എന്നുള്ള പരിപാടി. അതാണ് നമ്മളെ എല്ലാ രീതിയിലും അപമാനിക്കണം. മലയാളികൾ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും മലയാളികളുണ്ട്. അപ്പോൾ കേരളത്തെയും മലയാളികളെയും അപമാനിക്കണം എന്ന് പറഞ്ഞിട്ട് കരുതി കൂട്ടി ഇറക്കിയ ഈ ചീഞ്ഞ ചീമുട്ട സാധനം ഇതിന് നമ്മൾ എതിർത്തില്ലെങ്കിൽ പിന്നെ ആരെതിർക്കും? നമ്മളല്ലേ ഇതിന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ? ഇപ്പോഴും നമ്മളെ നാട്ടിൽ ഞാൻ ഒരു കമൻ്റൊക്കെ വയ്ക്കാം. ഇങ്ങനെ ഓരോ തന്തയില്ലാ കഴിവേറികൾ വന്നിട്ട് ഈ സാധനത്തിനെ പൊക്കി പിടിച്ച് വീണ്ടും വീണ്ടും ഇതിനെ ന്യായീകരിച്ച് മെഴുകേണ്ട കാര്യം എന്താണുള്ളത്? ഈ ഒരു ഒറ്റ പടത്തിൻ്റെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ 5-6 സീരീസ് കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളുടെ മുന്നിലും ബാക്കി ഇന്ത്യക്കാരുടെ മുന്നിലും ബാക്കി ലോകരാജ്യങ്ങളിൽ സെറ്റിലായ ഇന്ത്യക്കാരുടെ മുന്നിലും കേരളവും മലയാളീൻ്റെ അവസ്ഥ എന്താ? ഇല്ലാത്ത ഈ കെട്ടുകഥയും അല്ലെങ്കിൽ ഇല്ലാത്ത എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ഈ ചീഞ്ഞ സാധനവും കൂടി കൊണ്ടു ചെന്ന് കാണിച്ച് എസ്പെഷ്യലി കേരളത്തിലുള്ള മുസ്ലിങ്ങളെ വരെ കണ്ടാ ഓടുന്ന രീതിക്കാവും. ഇഫ് യു ആർ എ മുസ്ലിം, ഇഫ് യു ആർ ഫ്രം കേരള, നിങ്ങൾ ലോകരാജ്യങ്ങളിൽ എവിടെ ചെന്നാലും നിങ്ങൾ എന്ത് ചെയ്യുന്ന പറയുക ഐസൊലേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ പണ്ടാറക്കെട്ട് കൊണ്ടു ചെന്നെത്തിക്കും. ഈ നശിച്ച സിനിമ ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് എതിർക്കേണ്ട സാധനോടെ എതിർത്തേ പറ്റൂ. ഈ സുജിത് ഭക്തൻ പറയുന്ന എക്സ്പ്ലനേഷൻ കേട്ടോ. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉള്ളത് ഫിജി എന്ന് പറയുന്ന ഒരു പസഫിക് സമുദ്രത്തിലുള്ള ഒരു ദ്വീപ് രാഷ്ട്രത്തിലാണ്. ന്യൂസിലൻഡിൻ്റെ ഒക്കെ മുകളിലുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് ഫിജി എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് 40% വരുന്ന ആളുകൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാണ്. അതായത് 1800 കാലഘട്ടങ്ങൾ മുതൽ 1916 വരെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് വരെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാരാൽ ചൂഷണം ചെയ്യപ്പെട്ട് ഇൻഡെൻജേർഡ് ലേബേഴ്സ് ആയിട്ട് ഇവിടെ എത്തിപ്പെട്ട ആൾക്കാരാണ് ഇവിടെയുള്ള 40% വരുന്ന ജനത. അതിൽ ഭൂരിഭാഗം ആൾക്കാരും സംസാരിക്കുന്നത് ഹിന്ദി ഭാഷയാണ്. ഈ രാജ്യത്ത് വന്നാൽ ഹിന്ദി ഭാഷ സംസാരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ടുണ്ടാകാൻ പറ്റും. ആ കേരള സ്റ്റോറിനെ ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥ അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കേരള സ്റ്റോറി 1 എന്ന് പറഞ്ഞ ആ ഒരു പടം ഞാൻ കണ്ടതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അതിന് കേരള സ്റ്റോറി എന്നൊക്കെ പേര് കൊടുത്തത് അന്നേ എനിക്ക് ശരിക്കും ഒരു അമർഷമുണ്ടായിരുന്നു. കറക്റ്റ് എലക്ഷൻ വരുന്ന സമയത്ത് നോക്കിക്കണ്ട് കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ രീതിയിൽ അടുത്തൊരു പടം കൊണ്ടുവരുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് ഫിജിയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള സുവ എന്ന് പറഞ്ഞ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് ഞാൻ അവിടെ കണ്ടപ്പോൾ എൻ്റെ തോലി ഉരിഞ്ഞു പോയി. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് 26 ഫെബ്രുവരി, ഇവിടെ വൈകിട്ട് 4:15. അപ്പോൾ ഞാനിന്ന് രാവിലെയാണ് ഞാനിത് കണ്ടത്. 27-ാം തീയതി മുതൽ നിങ്ങളുടെ തിയേറ്ററിൽ ഏതൊരു തിയേറ്ററിൻ്റെ മുമ്പിൽ അതാണ് അതിൻ്റെ ഫ്ലക്സ് ഒട്ടിച്ച് വെച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് 27-ാം തീയതി മുതൽ നാളെ മുതൽ നിങ്ങളുടെ മുമ്പിൽ തിയേറ്ററിൽ ഈ പടം പ്രദർശിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു ഫ്ലക്സ് ഒക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു അവിടെ.
കേരള സ്റ്റോറി 2 എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അതിന്റെ താഴെ കുറെ ആൾക്കാരുടെ പേരും അതും ഇതും സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഹിന്ദിയിലാണ് അവർ കാണിക്കുന്നത്. എന്നിട്ട് വാച്ച് വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫിജി എന്ന് പറഞ്ഞ ഒരു രാജ്യം എടുത്തോട്ടെ, ഫിജി എന്നൊരു രാജ്യം. ഇവിടെ ഞാൻ ആക്ച്വലി നമ്മൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഉള്ള 40% വരുന്ന ആൾക്കാർ ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിലും അവരെ പേരിന് മാത്രമേ ഇന്ത്യ എന്നുള്ള രാജ്യവുമായിട്ടൊരു ബന്ധമുള്ളൂ. അതല്ലാതെ അവരുടെ അപ്പൂപ്പനോ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനോ ഒക്കെ ആയിരിക്കും ഇവിടേക്ക് മൈഗ്രേറ്റഡ് ആയിട്ട് വന്നത്. അവരൊക്കെ 3rd ജനറേഷൻ 4th ജനറേഷൻ ആൾക്കാരാണ് ഇവിടേക്കുള്ള ഇന്ത്യക്കാർ. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ പോയി. ഇതൊരു സൗത്ത് ഇന്ത്യൻ ക്ഷേത്രമാണ്. അവിടെ ഇഡലിയും ദോശയും എല്ലാം ഉണ്ട് ആ അമ്പലത്തിന് പുറത്ത്. അതൊക്കെ ഫുഡൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. നല്ല സൗത്ത് ഇന്ത്യൻ അമ്പലം. പൂജാരി അടക്കം എല്ലാവരും തമിഴ്നാട് സ്റ്റൈലാണ്. പക്ഷെ അവർക്ക് തമിഴ് അറിയില്ല. അവരാർക്കും തമിഴ് അറിയില്ല. അവരെല്ലാവരും സംസാരിക്കുന്നത് ഹിന്ദിയിലാണ്. തമിഴ് അറിയാത്ത സൗത്ത് ഇന്ത്യൻ ആളുകളെ ഞാനിവിടെ ഫിജിയിൽ വന്നപ്പോൾ കണ്ടു. അപ്പോൾ ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഹിന്ദി ഭാഷയാണ്. ഇവർക്ക് ആകെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇവരുടെ അപ്പൂപ്പനോ ഒക്കെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് വന്നു എന്നുള്ളതാണ് ഇവർക്ക് ആകെ ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് കേരളത്തെ പറ്റി ഉള്ള ഒരു ഇംപ്രഷനാണ് ഈ ഒരു സിനിമ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഇതൊരു സീരിയസ് മാറ്ററാണ്. ഇത് കേരള ഗവൺമെൻറ് കൃത്യമായി ഇടപെട്ട് ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞ BJP സംഘപരിവാർ പ്രൊപ്പഗണ്ട അജണ്ട ഇതിപ്പോൾ ഹൈക്കോടതിയിൽ നിൽക്കുന്ന പരിപാടിയല്ല. മുകളിൽ സുപ്രീം കോർട്ട് വരെ പോവും. ഹൈക്കോടതിയിൽ കുറ്റങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം അത് ഇതെന്നൊക്കെ പറഞ്ഞുള്ള ചിലയ്ക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ വിജയുടെ പടം ഇറങ്ങുന്ന സമയത്ത് ഇവന്മാരിത് കണ്ടില്ലേ? സെൻസർ ബോർഡ് അടക്കമാണ് കേസിന് പോയത്. അതിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ പരാമർശമുണ്ട്, ഇന്ത്യൻ ആർമി അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. ഇത് ഒരു സിനിമയ്ക്ക് ആപ്ലിക്കബിൾ ആവും. ജനനായകന് ഇതൊക്കെ പറ്റും. ഇപ്പുറത്ത് കേരള സ്റ്റോറി 2 വരുമ്പോൾ ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. ക്ലീൻ UA16+ സർട്ടിഫിക്കറ്റും കൊടുത്ത് റേപ്പ് സീൻസ് അടക്കമുള്ള മതത്തിനെയും അല്ലെങ്കിൽ മതപരമായുള്ള കാര്യങ്ങളും മിസ്ലീഡിംഗ് ആയി എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ചണ്ടി സാധനം UA16+ കൊടുത്ത് വിടും. ഇത് എന്തിനാണ്? ഇവരെ പ്രൊപ്പഗണ്ട എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായോ? ലോകരാജ്യങ്ങളെ മുന്നിൽ, അതർ സ്റ്റേറ്റ്സിൻ്റെ മുന്നിൽ കേരളവും കേരളത്തിലെ ജനങ്ങളും എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെയും താറടിച്ച് കാണിക്കാനും മോശക്കാരായി കാണിക്കാനും ഇനി പച്ചയ്ക്ക് പറഞ്ഞാൽ തീവ്രവാദികളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തന്തയില്ല പടുവാബി കഴിവേറി നാറി മക്കൾ ഈ സാധനം എടുത്ത് വെച്ചിട്ടുള്ളത്. ഡയറക്ടർ കൂമാക്കി അവനെ കൈയുടെ നിലത്ത് വെച്ച് കൊടുക്കണം പന്നീൻ്റെ. അപ്പോൾ ഈ ഇങ്ങനത്തെ വിഷയങ്ങൾ, അതായത് ഭയങ്കരമായിട്ട് നമ്മളെ എബ്രോഡുള്ള നമ്മളെ കുടുംബങ്ങളെ എഫക്റ്റ് ചെയ്യും. നമ്മുടെയൊക്കെ പാരൻസ് പുറത്തായിരിക്കും, നമ്മുടെയൊക്കെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് നമ്മൾ തന്നെ എബ്രോഡ് പോകുന്ന സമയത്ത് യു ആർ ഫ്രം കേരള, ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ സ്റ്റേറ്റ്. നാളെ പേരിൽ ചൂണ്ടി നമ്മളെ മുഖത്തോക്കി ചോദിക്കും. ഇതിൻ്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ കഴിഞ്ഞ ദിവസം വന്ന് ചലച്ചപ്പോൾ ഇത് കേരളമായിട്ട് ഒരു ബന്ധമല്ല ഈ നാറികൾ പറയുന്നത്. പേരെന്തിനാ കേരള എന്ന് പറഞ്ഞിട്ടുള്ളത്? ഈ പടം കാണാൻ പോകുന്ന ഇവിടത്തുകാരായിട്ടുള്ള ഫിജിയൻസ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഈ പടം കാണാൻ പോകുന്നു. അവർ ഈ പടം അകത്ത് തിയേറ്ററിൽ കയറിയിരുന്ന് കാണുന്നു. എന്നിട്ട് അവരിതിനകത്ത് കാണുന്ന ഈ പ്രൊപ്പഗണ്ട മൊത്തം കേരളത്തിൻ്റെ മേലെയാണ് അടിച്ചമർത്തുന്നതെന്ന് ഓർക്കണം. ഇന്ത്യ അല്ല, കേരളത്തിൻ്റെ മേലെയാണ് ഈ പ്രൊപ്പഗണ്ട എല്ലാം അടിച്ചമർത്തുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. കേരളം, അതായത് നമ്മുടെ സർക്കാരൊക്കെ എന്ത് തേങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്ന് എനിക്കറിയാം. എനിക്കൊരു എന്താ പറയുക, ഒരു ഇതും കിട്ടുന്നില്ല. സർക്കാർ ഇതിൽ ഇടപെടണം. സർക്കാർ നിങ്ങൾ ഈ പടം നിരോധിക്കണം, അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ പേര് മാറ്റണം. കാരണം കേരളം, നിങ്ങൾ ഈ കേരള ടൂറിസം എന്നും പറഞ്ഞുകൊണ്ട് നാടായ നാട് മൊത്തം കാശ് മുടക്കി പരസ്യം ചെയ്യുന്നുണ്ടല്ലോ. അന്നേരം ഈ കേരളത്തെ പറ്റി ഈ നാട്ടിലുള്ള ആൾക്കാർ ഈ പടം കണ്ടിട്ട് അവരെങ്ങനെയായിരിക്കും ജഡ്ജ് ചെയ്യുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവരേത് രീതിയിലായിരിക്കും കേരളത്തെ ജഡ്ജ് ചെയ്യുക എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒന്നാമതേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, അത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ മൊത്തത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ഇന്ത്യനെ എവിടെയെങ്കിലും ഒരു ശകലം നെഗറ്റീവായിട്ട് പൊക്കി കാണിക്കാൻ, അതായത് ഇന്ത്യയുടെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അത് മോശമായിട്ട് പൊക്കിപ്പിടിച്ച് കാണിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ മുമ്പിൽ അടിച്ചമർത്തി പൊക്കിപ്പിടിച്ച് കാണിക്കുന്ന മാധ്യമങ്ങളാണ് നമുക്കുള്ളത്. നമ്മൾ പറയും മാധ്യമ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം എല്ലാം പറയും. എല്ലാ കോപ്പും വേണം. പക്ഷെ സ്വന്തം നാടിനെ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ തൊലിയുരിച്ച് കാണിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ഗൾഫ് രാജ്യങ്ങളെടുത്തോ, ഗൾഫ് രാജ്യങ്ങളെപ്പറ്റി എന്തോരോ സംഭവങ്ങൾ അവിടെ നടക്കുന്നു, എന്തൊക്കെ ക്രൈമും കാര്യങ്ങളും അവിടെ നടക്കുന്നു. എന്തെങ്കിലും ഒരു വാർത്ത നമ്മൾ പുറത്തു വരുന്നുണ്ടോ?
നിങ്ങൾ ഗൾഫിലടക്കം മാധ്യമപ്രവർത്തനം നടത്തുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ എന്തെങ്കിലും വാർത്ത അവിടുത്തെ നെഗറ്റീവായിട്ടൊരു കാര്യം കൊടുക്കുമോ? കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് പുറത്താ. അതേപോലെ പല രാജ്യങ്ങളിലും ഞാൻ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം കുറേ ഉണ്ട്. ഇതിനകത്തെ കുറേ സ്വാതന്ത്ര്യങ്ങളൊക്കെ കട്ട് ഔട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അതിനൊക്കെ ഒരു കൺട്രോൾ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ എന്നാലേ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുള്ളൂ. ആക്ച്വലി നമ്മുടെ നാടിൻ്റെ അൾട്ടിമേറ്റ് ഫ്രീഡം മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സാധനമൊക്കെ എടുത്തു വയ്ക്കുന്നത് പാക്ക മിസ്യൂസാണ് സ്വാതന്ത്ര്യത്തിൻ്റെ. ഇവിടെ ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്, അങ്ങനത്തെ ജനതയാണ് നമുക്കുള്ളത് എന്നൊക്കെയുള്ളത് അറിഞ്ഞുകൊണ്ട് അതിനിടയിൽ കൂടി ഇതേപോലെ രാഷ്ട്രീയവും മതവും കലർത്തിയിട്ടുള്ള പ്രൊപ്പഗണ്ട അഴിച്ചു വിടുന്ന പല തെണ്ടികളെ എക്സ്പോസ് ആക്കണ്ടേ? അങ്ങനത്തെ ഗവൺമെൻറ് അജണ്ടകൾ നമ്മൾ എക്സ്പോസ് ആക്കി വിടണ്ടേ? അപ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെടണം, നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. ഇത് നാളെ ഹൈക്കോടതിൻ്റെ ഈ ഉത്തരവൊക്കെ ഇവന്മാർ അട്ടിമറിക്കും. ഇപ്പോൾ ഈ നേരമില്ലാ നേരത്തും ഇപ്പോഴും കോടതി പ്രവർത്തിപ്പിക്കാൻ ഇവരെ കൊണ്ട് പറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഇത് സുപ്രീം കോടതി കൊണ്ടുവന്ന് അവിടുന്ന് അവർക്ക് ആവശ്യമുള്ള വിധി അവർക്ക് നേടിയെടുക്കാനും അവർക്ക് പറ്റും. മനസ്സിലായോ? ഇത് എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇവരിറക്കിയ ചീമുട്ട സാധനം എന്നുള്ളതിലുപരി പുറം രാജ്യങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങളും നമ്മളെ ഫ്രണ്ട്സും വേണ്ട ഓരോ മലയാളികളും ഓരോ കേരളക്കാർക്കും അവരുടെ നേരെ നാളെ ഒരു പുച്ഛത്തിൻ്റെയോ പരിഹാസത്തിൻ്റെയോ ഒരു വിരൽ ചൂണ്ടലിൻ്റെയോ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു തേർഡ് റേറ്റ് സിനിമയാണത്. അതിന് നമ്മൾ എതിർത്തേ പറ്റും.